ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന പ്രവാഹം. 1 കോടി രൂപ റെക്കോർഡ് വരുമാനത്തിൽ തിങ്കളാഴ്ച. ഗുരുവായൂർ കണ്ണനെ കണ്ടു കാണിക്കേർപ്പിക്കാൻ ഗുരുവായൂരിലേക്ക് തിങ്കളാഴ്ചയും വൻ ഭക്തജന പ്രവാഹം. മധ്യവേനൽ അവധി കഴിഞ്ഞെങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസങ്ങളും തിങ്കളാഴ്ച ഈദ് പ്രമാണിച്ചുള്ള അവധിയും തുടർച്ചയായി വന്നതിനാൽ ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വരുമാനവും. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ യഥാക്രമം 55,08,333 ലക്ഷം, 78,71,807 ലക്ഷം, 96,99,253 ലക്ഷം രൂപയായിരുന്നു വരുമാനം. എന്നാൽ തിങ്കളാഴ്ചയിലെത്തേത് റെക്കോർഡ് വരുമാനമാണെന്ന് തന്നെ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച 96,99,253 രൂപയുടെ വരവുണ്ടായി. 7,10,240 രൂപയുടെ പാൽപ്പായസവും 648 കുരുന്നുകൾക്ക് ചോറൂണും. വരി നിൽക്കാതെയുള്ള പ്രത്യേക ദർശനത്തിന് നെയ് വിളക്ക് ഷീട്ടാക്കിയ വകയിൽ 38,07,500 രൂപയും, തുലാഭാരത്തിന് 31,04,090 രൂപയും, 648 കുരുന്നുകൾക്ക് ചോറൂണുണ്ടായിരുന്നു. 7,10,240 രൂപയുടെ പാൽപ്പായസം ഷീട്ടാക്കിയിട്ടുണ്ട്. അസാധാരണവും കഴിഞ്ഞ വിഷുക്കണി ദർശനത്തിന് ഉണ്ടായതിനോട് സാമ്യമുള്ളതുമായ തിരക്കായിരുന്നു ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച കാലത്ത് മുതൽ ഉച്ചവരെയും ഉണ്ടായിരുന്നത്. ദർശനത്തിനുള്ള വരി തെക്കേ നടപ്പന്തൽ നിറഞ്ഞ ശേഷം മഹാരാജ കോംപ്ലക്സ് വഴി അയ്യപ്പൻ നായർ മാർട്ട് കഴിഞ്ഞു എത്തി. തിരക്ക് നിയന്ത്രിക്കാൻ സെക്യൂരിറ്റി ജീവനക്കാർ വളരെ പാടുപെട്ടു. അകത്തു ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മോഹൻകുമാർ, അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജഗദീഷ് എന്നിവരും പുറത്ത് കൊടിമര സമീപം ക്ഷേത്രം DA പ്രമോദ് കുമാർ കളരിക്കലും നേരിട്ട് തിരക്ക് നിയന്ത്രിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ഇടയ്ക്കിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഞായറാഴ്ച രാത്രി 9:40 മണിക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 മണിക്കും വരിയിലെ അവസാന ആളെയും കടത്തിവിട്ടിട്ടാണ് നടച്ചത്. തിരക്കുള്ള ദിവസം ഫ്ലൈ ഓവർ ഒഴിവാക്കി കൊടിമരം വഴി നേരിട്ട് ആളെ വിട്ടാണ് ദർശനം അനുവദിച്ചിരുന്നത്. ഈ സമയം ഭക്തർക്ക് പ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, പാദപ്രദക്ഷിണം എന്നിവ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫ്ലൈ ഓവർ വഴി ജനറൽ ക്യൂ വിടുകയും ഈ വരിയും ചോറൂൺ, നെയ്വിളക്ക് വരികളും ഊഴം വച്ച് അകത്തേക്ക് വിടുകയും അങ്ങനെ ചെയ്യുമ്പോൾ 2 വരിയിൽ എത്തുന്ന ആളുകളിൽ 1 വരി ബലിക്കല്ല് ചുറ്റി അകത്തേക്ക് വിടുകയും ചെയ്തു. ഇത് കൃത്യമായി 2 വരിയിൽ തള്ളും തിരക്കും ഒഴിവാക്കി എളുപ്പത്തിലും ക്ലേശം ഇല്ലാതെയും ആളുകളെ അതിവേഗം നാലമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ സഹായിച്ചു. ഈ സംവിധാനം ഭക്തർക്ക് കണ്ണനെ ഒരു നോക്ക് കാണാൻ പരാതികളില്ലാതെ സാധ്യമായി.